മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, ക്ഷമിക്കുക. അൽക്കമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു സഹാബിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, എല്ലാ വക്തിനും എല്ലാ യുദ്ധത്തിനും ഉണ്ട്. ആ അൽക്കമ റളിയല്ലാഹു അൻഹു ഏകദേശം വാർദ്ധക്യമായി മരിക്കാനുള്ള വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾ അൽക്കമാന്റെ അരികിൽ ചെന്നിട്ട് പറയും, അൽക്കമ ലാ ഇലാഹ ഇല്ലല്ലാ, നീ തൽക്കീൻ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാ പറയും. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ അവസാനത്തെ വാക്കാണെങ്കിൽ അത് പറഞ്ഞിട്ടാ മരിക്കുന്നതെങ്കിൽ സ്വർഗം കിട്ടും. അൽക്കമന്റെ മുഖത്ത് നോക്കി സഹാബത്ത് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അൽക്കമ വാ തുറക്കാൻ തുടങ്ങി. വാന്റെ ഉള്ളിൽ നിന്ന് നാവ് പേപ്പട്ടീന്റെ നാവിന്റെ മാതിരി പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി അങ്ങ് വീണു. കണ്ണിങ്ങനെ തുറിച്ച് പുറത്തേക്ക് തള്ളാൻ തുടങ്ങി. അൽക്കമന്റെ മുഖം ഇങ്ങനെ വേദനയുണ്ട് പൊളയാൻ തുടങ്ങി. സഹാബത്ത് കണ്ടപ്പോ പേടിച്ചോടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, നബിയേ അൽക്കമ എന്തോ പറ്റിയിട്ടുണ്ട് നബിയേ, അൽക്കമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കിട്ടുന്നില്ല. അള്ളാന്റെ റസൂലുള്ള ഓടി വന്ന് അൽക്കമാന്റെ അരികിൽ ഇരുന്നിട്ട് പറഞ്ഞു, കുൽ പറ അൽക്കമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അൽക്കമാന്റെ കണ്ണു തുറിക്കാൻ തുടങ്ങി. നാവ് പുറത്തേക്ക് ഇങ്ങനെ പേപ്പട്ടീന്റെ മാതിരി നൊരയും പതയും ഒലിപ്പിച്ച് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. സഹാബത്ത് വേജാറായി വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ കണ്ട ഉടനെ റസൂലുള്ള ചോദിച്ചത് പിന്നൊരു ചോദ്യമാണ്, ഒരൊറ്റ ചോദ്യം. അൽക്കമയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും അൽക്കമയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടോ? അൽക്കമയും മാതാപിതാക്കളിൽ ആരെങ്കിലും തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ? അൽക്കമയുടെ മാതാപിതാക്കൾ അൽക്കമയെ കൊണ്ട് കണ്ണീര് കുടിച്ചിട്ടുണ്ടോ? ഉടനെ ഒരു സഹാബി പറഞ്ഞു, നബിയേ അൽക്കമന്റെ ഉമ്മ പിണങ്ങിപ്പോയതാ. എന്താ കാരണം? അൽക്കമക്ക് വാപ്പ മരിച്ച അന്ന് മുതൽ അൽക്കമാൻ ഉമ്മ പൊന്നോല വളർത്തി കല്യാണം കഴിപ്പിച്ചു. അൽക്കമാക്ക് മക്കളും ഉണ്ടായി. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ അൽക്കമന്റെ ഉമ്മ ഭക്ഷണം കഴിക്കാൻ ആ മക്കളൊപ്പനെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നപ്പം അൽക്കമാന്റെ ഒരു നോട്ടം, നിങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് തിന്നാ പോരമ്മാ എന്നുള്ളൊരു നോട്ടം. പറഞ്ഞിട്ടില്ല, ഒരു വാക്കുച്ചരിച്ചിട്ടില്ല, എല്ലാവരും തിരിച്ചറിയേണ്ട വാക്യത്. ഒരു നോട്ടം നോക്കിയിട്ടേ ഉള്ളൂ, ഇഷ്ടമല്ലാത്തൊരു നോട്ടം. നിങ്ങൾ ഇപ്പൊ തിന്നണം അമ്മ, ഞാളിപ്പോ 4-5 മക്കളും തിന്നല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ ഇഷ്ടാകുമോ, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ എന്ന നോട്ടാവാം. ആ നോട്ടം കണ്ട ഉമ്മാക്ക് സഹിച്ചില്ല. ഉമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മ മദീനത്തെ പള്ളിയുടെ ഓരത്ത് അഥവാ അരികിലുള്ള ഒരു ഈ ചെറ്റക്കുടിയിൽ താമസിക്കാൻ തുടങ്ങി. ഉടനെ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആ ഉമ്മാൻ ആളയച്ചു വരുത്തണം. ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ലോ, തറഈബു തർഹീബ് എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥത്തിലുണ്ട്. അൽക്കമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നു. റസൂൽ ചോദിച്ചു, പെണ്ണെ നിന്റെ മകന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കൂ, എന്റെ മനസ്സിൽ ആ സങ്കടം മാറ്റി കൊടുക്കുമെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുവോ? ഉമ്മ പറഞ്ഞു, ഇല്ല നബിയെ, കാരണം ഈത്തപ്പനയുടെ കൊലയിൽ നിന്നും കിട്ടാവുന്ന അത്ര ഞാൻ എന്റെ മോന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കുമ്പോ പോലും എന്റെ മുലപ്പാലിന്റെ മോന് വേണ്ടി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കഴിച്ച്. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രസവിക്കുമ്പോ നിങ്ങളെ ഉമ്മാരൊക്കെ തടിക്കുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ മക്കളെ? ഉമ്മാര് തിന്നുക എന്തിന്? ഉമ്മാർക്ക് തടിക്കാനല്ല, ഉമ്മാക്ക് പാലുണ്ടാവാൻ, ആ പാല് മക്കൾക്ക് കൊടുക്കാൻ, ആ പാലുണ്ടാവാൻ അമ്മാര് തിന്നുന്നത്. അങ്ങനെ ആ ഉമ്മ പറഞ്ഞു, ഉമ്മ റസൂലേ, ആ നോട്ടം എന്റെ നെഞ്ചു കൊണ്ടുപോയി നബിയെ. അങ്ങനെ എന്റെ മോനെ ഞാൻ തിന്നാൻ കൊടുത്തിട്ട് എനിക്ക് ഭക്ഷണത്തിന് നോക്കിയപ്പോ എന്റെ നോട്ടം എനിക്ക് ഇഷ്ടായില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ. സഹാബത്തിനോട് പറഞ്ഞു, എന്നാലേ എല്ലാവരും ഉണങ്ങിയ വിറക് കൊള്ളി കൊണ്ടുവരണം. സഹാബാക്കൾ എന്തിനാ? കൊണ്ടുവരാം. എല്ലാവരും ഈത്തപ്പനന്റെ ഉണങ്ങിയ വിറക് കൊള്ളി കൊണ്ടുവന്നു. ആ വിറക് കൊള്ളി മരിക്കാൻ കിടക്കുന്ന അൽക്കമാന്റെ ശരീരത്തിൽ റസൂൽ ഇങ്ങനെ ആഞ്ഞു വെക്കാൻ തുടങ്ങി. നമ്മൾ ഹിന്ദുക്കൾ ചെതയൊരുക്കൂലേ അതുപോലെ അങ്ങനെ ആഞ്ഞാഞ്ഞു വെക്കുന്നതിനിടയിൽ ആ ഉമ്മയും സഹാബത്തും ചോദിച്ചു, എന്താ നബിയെ നിങ്ങൾ ഈ ചെയ്യുന്നത്? അള്ളാന്റെ റസൂല് കണ്ണ് നിറഞ്ഞ് താടിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ പെണ്ണെ, നിന്റെ മനസ്സിന്ന് നിന്റെ മകനോടുള്ള ആ ഒരു പൊരുത്തം, അത് പൊരുത്തം കിട്ടാത്ത കാലത്തോളം, ആ സങ്കടം നിന്റെ മനസ്സിലുള്ള കാലത്തോളം ഈ അൽക്കമാക്ക് ദുനിയാവിലും ആഖിറത്തിലും സ്വസ്ഥത ഉണ്ടാവൂല, സന്തോഷം ഉണ്ടാവൂല. അതുകൊണ്ട് അൽക്കമാനെ ഞാൻ പച്ചക്ക് കത്തിക്കുക, പരലോകത്തും അൽക്കമാക്ക് ഇത് തന്നെയായിരിക്കും ശിക്ഷ. ഉമ്മ ഓടി വന്നിട്ട് അൽക്കമാന്റെ മേലും ആ ഒരു വിറക് മാറ്റി അൽക്കമാനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ എൻ്റെ മോന് പൊരുത്തപ്പെട്ടു, എന്റെ മോനെ ഞാൻ പൊരുത്തപ്പെട്ടു റസൂലേ. ഉമ്മാന്റെ തോളിൽ കിടന്ന് മടിയിൽ കിടന്ന് കലിമ ചൊല്ലി അൽക്കമ മരിച്ചു. ഇത് ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാ. അതുകൊണ്ടാ മക്കളെ ഒന്ന് ചോദിക്കണം, ഇടക്കിടക്കൊക്കെ എല്ലാവരും ഒന്ന്